يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളുടെ സുരക്ഷ അഥവാ അവരുടെ സ്വർഗപ്രവേശനം, അവരുടെ നരകരക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ അവസരങ്ങൾ, വിലപിടിച്ച അവസരങ്ങൾ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും. നാളെ പരലോകത്ത് രക്തസാക്ഷികളായ രണ്ടുപേർ അവരുടെ പ്രതിഫലത്തിൽ വലിയ വ്യത്യാസം കാണുന്നു. എന്താണ് കാരണം? അവിടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അത്ഭുതപ്പെടാനൊന്നുമില്ല. രക്തസാക്ഷിയായ ആളെക്കാൾ രണ്ടാമത്തെ വ്യക്തിക്ക് ഒരു റമളാൻ അധികം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റമളാൻ അധികം ലഭിക്കുന്നത് എത്രമാത്രം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങളെ ഏത് നിലക്ക് ഉപയോഗപ്പെടുത്താനാണോ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. നമുക്കറിയാം, സഹാബികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മിലേക്ക് എത്തിച്ച, റസൂലുള്ള പല കാര്യങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച, ഒട്ടേറെ പ്രത്യേകതകളുള്ള മഹാനായ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവിടുത്തോട് ചോദിക്കപ്പെട്ടു, കൈഫ കുന്തും തസ്തഖ്ബിലൂന റമളാൻ, നിങ്ങൾ എങ്ങനെയായിരുന്നു റമളാനിന് വേണ്ടി ഒരുങ്ങിയിരുന്നത്? വളരെ സുപ്രധാനമായ, നമുക്കും ആവശ്യമുള്ളൊരു ചോദ്യമാണല്ലോ. നമ്മുടെ നാടുകളിൽ, വീടുകളിൽ പെയിന്റ് അടിച്ചും വൃത്തിയാക്കിയും അതൊക്കെ അനിവാര്യമാണ്. പള്ളികൾ വൃത്തിയാകണം, വീടുകൾ വൃത്തിയാകണം. അത് റമളാൻ ഒരു കാരണമാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. പല പേരുകളിൽ അത്തരം കാര്യങ്ങൾ പല നാടുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ വൃത്തിയാകേണ്ടുന്ന, നോമ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന, വൃത്തിയാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ടുന്ന അവയവമാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ മനസ്സൊന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. അവിടെ ഒന്ന് പെയിന്റ് അടിക്കേണ്ടതുണ്ട്. അവിടെ തുരുമ്പെടുത്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. മാറാല കെട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ തരത്തിലുള്ളൊരു മറുപടിയാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നൽകുന്നത്. അവിടുന്ന് പറഞ്ഞു, മാ കാന അഹദുന, ഞങ്ങളിൽ ഒരാളുമായിരുന്നില്ല, യജ്റു അല ഇസ്തിഖ്ബാലി അൽ ഹിലാൽ, ഹിലാൽ കാണാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. വഫീ ഖൽബിഹി ദർറത്ത് ഹിദ്ഖിൻ അല അഖീഹി മുസ്ലിം, ഒരു മുസ്ലിമിനോട്, മുസ്ലിമായ ഒരു സഹോദരനോട് ഒരംശം പോലും മനസ്സിൽ വിരോധം വെച്ചുകൊണ്ട്, പിണങ്ങിക്കൊണ്ട് ഹിലാല് കാണുന്നതിനെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നില്ല. റമളാൻ ആയാൽ, പെരുന്നാൾ ആയാൽ നമ്മൾ പറയാറുണ്ട്, ബന്ധങ്ങൾ ശ്രദ്ധിക്കണേ, ആരുമായി തെറ്റി നിൽക്കരുതേ എന്ന്. എന്നാൽ സ്വഹാബത്ത് ഒരു പടി കൂടി മുമ്പിലായിരുന്നു. മാസപ്പിറവി കാണാൻ അവർക്ക് ധൈര്യമില്ല. ആളുകളുമായി, ആരെങ്കിലുമായി ഒരംശം, ഒരിത്തിരി തെറ്റി നിൽക്കുന്ന, വിരോധം വെച്ചു പുലർത്തുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമില്ല ഹിലാല് കാണാൻ, മാസപ്പിറവി കാണാൻ എന്ന്. അതിലെ വലിയൊരു തത്വം സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം എത്ര കൊല്ലായി റമളാൻ, ഞാനൊക്കെ എത്ര വർഷമായി എന്നിപ്പോൾ പറയാൻ പറ്റൂല എന്ന സീനിയോരിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതിലെത്ര റമളാൻ നമുക്ക് കിട്ടി, നമുക്ക് ഉപകാരപ്പെട്ടു എന്നിടത്താണ് പ്രധാനം. അതുകൊണ്ട് ഒരു പക്ഷേ 2026 ഈ റമളാൻ ആകാം നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ റമളാൻ എല്ലാ അർത്ഥത്തിലും ഉപകാരപ്പെടണം. അതിനാരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബം, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റുക എന്നത് നമ്മുടെ ആവശ്യമാണ്. എന്താ സ്വഹാബത്ത് അത്ര പേടിച്ചത്?
കാരണം അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരില്ല. നമ്മൾ റമദാനിൽ നോമ്പ് നോറ്റത് കൊണ്ടോ ആ നോമ്പിന് തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തത് കൊണ്ടോ നമ്മുടെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ടോ ഒന്നും, അതൊക്കെ അവിടെ റെഡിയാണ്, പക്ഷെ ആകാശത്തേക്ക് ഉയരുന്നില്ല. കാരണം ആളുകൾ തമ്മിൽ തെറ്റി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് 3 ദിവസത്തിലധികം ഒരു കാരണവശാലും നിങ്ങൾ തെറ്റി നിൽക്കരുത് എന്ന് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരുക്കങ്ങൾ വളരെ പ്രധാനമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നസായി അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാകും റമളാൻ ശഹ്റും മുബാറക, നിങ്ങളിലേക്ക് റമളാൻ വന്നെത്തിയിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞത് ഷഹ്റുൻ മുബാറക, അനുഗ്രഹീതമായ മാസം എന്നാണ്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ നിർബന്ധം എന്ന വാക്കിന് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നോമ്പിൽ നിന്നും വിട്ടു നിൽക്കുക, പ്രത്യേക കാരണങ്ങളില്ലാതെ സ്വന്തം തീരുമാനം എടുക്കുക. വെള്ളിയാഴ്ചകളിൽ നോമ്പ് പറ്റാൽ മതി, ഇടവിട്ട ദിവസം നോമ്പ് പറ്റാൽ മതി, പടച്ചോനെ കാരുണ്യമുള്ള അതുകൊണ്ട് അങ്ങനെ മതി ഇങ്ങനെ മതി, സ്വയം ഫത്വ ഉണ്ടാക്കുക. എന്നിട്ട് സ്വന്തത്തോട് ഫത്വ പറയാം, ഫത്വ ചോദിക്കലും പറയലൊക്കെ ഒരാൾ തന്നെ. എന്നിട്ട് തീരുമാനം എടുക്കുക, എന്നിട്ട് നോമ്പ് നോൽക്കാതിരിക്കുക. പറ്റില്ല. നോമ്പ് നോൽക്കാൻ ആർക്ക് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ, ആർക്കാണ് ഇളവ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ രോഗിയാണെങ്കിൽ, ഔ അലാ സഫരിൻ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം നോൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനും കഴിയില്ലെങ്കിൽ ഫിദിയ കൊടുക്കണം, മിസ്കീനുകളായ ആളുകൾക്ക് ഫിദിയ കൊടുക്കണം എന്നും വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് നോറ്റാൽ നല്ല കാര്യം എന്നല്ല, നോൽക്കൽ നിർബന്ധമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നത് പോലെ അതിനേക്കാൾ ഗൗരവമാണ് നോമ്പ് ഉപേക്ഷിക്കുക എന്നത്. അതുകൊണ്ട് നിർബന്ധമാകുന്നു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതോടുകൂടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരക കവാടങ്ങൾ അടക്കപ്പെടുന്നു. മാത്രമല്ല ആ മാസത്തിൽ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ പറയാ, ഈ മാസത്തിൽ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവ് നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാസത്തെ ആദ്യമായി ഹൃദയം കൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് റമളാൻ എന്ന ചോദ്യം, എന്തുകൊണ്ട് റമളാൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മാസത്തിലായിരുന്നു ഖുർആൻ വന്നതെങ്കിൽ ആ മാസത്തിലാകുമായിരുന്നു നോമ്പ്. ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണ്. അതാകട്ടെ ഹുദൻ ലിന്നാസ്, ഹുദൻ ലിൽ മുസ്ലിമീൻ അല്ല, ഹുദൻ ലിന്നാസ്, അത് മാനവർക്കുള്ള മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല, മുസ്ലിങ്ങളടക്കം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ഹുദ, നേർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ആ നിലക്ക് ആ മാസത്തിൽ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്ർ ഫൽയസും, ആരെങ്കിലും ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് റമളാൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ എന്നാണ്. മാത്രമല്ല ഈ നോമ്പൊക്കെ നോൽക്കുമ്പോൾ ഇത് നമുക്ക് മാത്രമുള്ളതാണോ? അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നാം നോമ്പ് നിർബന്ധമാക്കി. അപ്പൊ നോമ്പ് എന്നത് വേറെ പല രൂപമാറ്റങ്ങളിൽ മറ്റു സമുദായങ്ങളിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞുപോയ പ്രവാചകന്മാരിലും ആ പ്രവാചക സമൂഹങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചിരുന്നു ഓരോ കാലഘട്ടത്തിലും എന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. ബുഖാരിയിലെ 1904 ഹദീസിൽ കാണാം, കുല്ലു അമലി ഇബ്നു ആദം ലഹു, മനുഷ്യന്റെ കർമ്മങ്ങൾ മുഴുവനും അവനുള്ളതാണ്. നമ്മുടെ എല്ലാ ഈ ജുമ പടച്ചവനുള്ളതാണ്, ജുമയ്ക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അള്ളാഹ്ക്കുള്ളതാണ്, എല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. അപ്പൊ നോമ്പ് അള്ളാഹ്ക്കുള്ളതല്ലേ? നോക്കൂ അടുത്ത വാചകം, ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും.
അപ്പൊ നിസ്കാരത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കില്ലേ? കൊടുക്കും. മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് നോറ്റിട്ടുണ്ടോന്ന് ആ നോറ്റ വ്യക്തിക്കും പടച്ചോനും അറിയും. നോമ്പ് തുറക്കാൻ നേരത്തെ ഒരാൾ ഭയങ്കര വിശപ്പാന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ആളാ, ആർക്കറിയാം? അയാൾ വെള്ളം കുടിച്ച ആളാണ്, ആർക്കറിയാം? അപ്പോൾ നോമ്പ് നമ്മൾ നോറ്റു എന്നത് നമുക്ക് ഇഖ്ലാസ് ഉണ്ട്, നമുക്ക് പടച്ചോനെ പേടിയുണ്ട്, നമുക്ക് തന്നെ ഉറപ്പിക്കാവുന്ന, നമുക്ക് തന്നെ പടച്ചോനോട് പ്രാർത്ഥിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ടാണ് അസ്സിയാമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാൻ അതിന് കൂലി കൊടുക്കും, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. മാത്രമല്ല, നോമ്പ് നോറ്റാൽ എന്തു കിട്ടും? ഈ പട്ടിണി കിടന്നാൽ, വെള്ളം ഉപേക്ഷിച്ചാൽ, ഭക്ഷണം ഉപേക്ഷിച്ചാൽ, പകൽ സന്ദർഭത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉപേക്ഷിച്ചാൽ എന്തു കിട്ടും? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ബുഖാരിയിലെ 38ാമത്തെ ഹദീസിൽ കാണാം, വിശ്വാസത്തോടുകൂടി. വിശ്വാസമല്ലാതെ നോമ്പില്ല. നോമ്പ് വന്നാൽ ചില പത്രങ്ങളിലും ഒക്കെ വരും, 56 കൊല്ലമായി 38 കൊല്ലമായി ഒരു മുസ്ലിമിന്റെ പേരുണ്ടാവും, അയാൾ നോമ്പ് നോൽക്കുന്നു. പത്രക്കാരൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അയാൾ നോമ്പ് നോൽക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. വിശ്വാസികളല്ലാത്ത ഒരാളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പ് നിർബന്ധാക്കിയത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈമാനുള്ളവരുടെ നോമ്പേ അല്ലാഹ് സ്വീകരിക്കൂ. മറ്റുള്ളവർ നോമ്പ് നോറ്റോട്ടെ, നമ്മൾ അതിനെ പരിഹസിക്കാനൊന്നും പോകണ്ട. അതുകൊണ്ട് ഒരു കാര്യവുമില്ല നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മൻ സ്വാമ റമളാന ഈമാനൻ, ആരെങ്കിലും ഈമാനോടുകൂടി. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ ബേസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രതിഫലം കൊടുക്കുന്ന പടച്ചോനാണ്. ആ പടച്ചോനിൽ വിശ്വസിച്ചാലേ നോമ്പ് സ്വീകരിക്കുള്ളൂ. ചില ആൾക്കാർ, ഗാന്ധിക്ക് സ്വർഗം കിട്ടൂലേ, മദർ തെരേസക്ക് സ്വർഗം കിട്ടൂലേ? ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം. മദർ തെരേസ അമലുകൾ ചെയ്തൊരു പെട്ടിയിലാക്കി അയച്ചു യേശു ക്രിസ്തുവിന്, പടച്ചോൻ കൂലി കൊടുക്കുവോ? ലോകത്ത് അറിയപ്പെട്ട രാമഭക്തനായിരുന്നു ഗാന്ധിജി. അദ്ദേഹം ആ പ്രവർത്തനം മുഴുവൻ ചെയ്തത് രാമന്റെ പ്രീതി കിട്ടാനാണ്. പടച്ചോൻ കൂലി കൊടുക്കുവോ? വളരെ സിമ്പിൾ അല്ലേ അത്? അവർക്ക് വിശ്വാസമല്ലാത്ത സ്വർഗത്തിൽ അവരെ പിടിച്ചാക്കുന്ന തിരക്കില്ല മനുഷ്യന്മാർ. ഒരു കയ്യിൽ വിശ്വാസമല്ല, എന്നാ പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ കടന്നേ പറ്റുന്ന ബാക്കിയുള്ളവരാ പറയുന്നത്. അപ്പോൾ ഈമാൻ വേണം. ഈമാൻ ഉണ്ടെങ്കിലേ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. മൻ സ്വാമ റമളാന ഈമാനൻ പോരാ, വഹ്തിസാബൻ. അത് വളരെ പ്രധാനം. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പ്രത്യേകം പറഞ്ഞു, പ്രതിഫലം, കൂലി കിട്ടണം, എനിക്ക് കൂലി കിട്ടണം. വിശന്ന് ദാഹിക്കുമ്പോൾ പടച്ചോനെ സ്വീകരിക്കണേ, പടച്ചോനെ സ്വീകരിക്കണേ. ആ ഫ്രിഡ്ജിൽ ഇങ്ങനെ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ്, നമ്മുടെ ജ്യൂസാണ്, നമ്മൾ വാങ്ങി വെച്ചതാണ്, കുടിക്കൂല. നമ്മളോട് ഞാൻ കുടിക്കൂല. പടച്ചോൻ ഹറാമാക്കി, പകൽ സമയത്ത് പടച്ചോൻ ഹറാമാക്കി. അങ്ങനെ നമ്മളെ തന്നെ ആത്മനിയന്ത്രണത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് ഞാൻ യോഗ്യനാണ്, നരകത്തിൽ എനിക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന നിലക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തുകയാണ്. TV ചാനലിൽ സോമാലിയയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ചോദ്യമാണ്, ഈ ഭക്ഷണം കഴിക്കാതെ അത്താഴം കഴിച്ചാൽ ശരിയാകുമോ? ഭക്ഷണമില്ലാതെ നോമ്പ് തുറന്നാൽ ശരിയാകുമോ? ചോദ്യത്തിന് ഒരു കാരണമുണ്ട്, അവർക്ക് അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ ഫത്വ കിട്ടണം. ഒന്നുമില്ല കഴിക്കാൻ, പക്ഷെ നോമ്പ് ശരിയാകുമോ? ഒന്നുമില്ല കഴിക്കാൻ, എങ്കിൽ അവർക്ക് ഈത്തപ്പഴം പോലും കിട്ടാൻ പ്രയാസമുള്ള അവസ്ഥകൾ നോക്കൂ. അതിനുത്തരം പറയുന്ന പണ്ഡിതൻ പൊട്ടിക്കരഞ്ഞു പോയി TV ചാനലിൽ വെച്ച്. ഇതും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് സഹോദരി സഹോദരന്മാരെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിലല്പം കുറഞ്ഞു പോയാൽ നമ്മൾ ആകെ നിരാശയിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആരെങ്കിലും നോമ്പ് എന്ത് കിട്ടും? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. നമ്മളെ ആവശ്യമല്ലേ? നമ്മുടെ ആവശ്യം പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത്, പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ്. അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. മിനന്നാർ, നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുന്ന ഒരു പരിചയാണ്. ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളൊരു പരിച വെച്ച് തടുക്കാറില്ലേ? അതുപോലെ നരകത്തിൽ നിന്നും നമ്മളെ കാക്കാനുള്ള പരിചയാണ് നോമ്പ്.
ആ നിലക്കാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. മാത്രമല്ല, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ബുഖാരിയിലെ 2848 ഹദീസിൽ കാണാം, ആരെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ ഒരു ദിനം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്നും അകറ്റും. എന്താ ഒരു നോമ്പിന്റെ പവർ! 70 വർഷത്തെ വഴിദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ നരകത്തിൽ നിന്നും അകറ്റി നിർത്തുമെന്നാണ്. ലിസ്വാഇബി ഫർഹതാനി, റസൂലുള്ള പറയാണ് മുസ്ലിമിലെ 1151 ഹദീസിൽ, ലിസ്വാഇമി ഫർഹതാനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമുള്ള സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ കാത്തിരുന്ന് സമയമായി എന്നറിയുമ്പോൾ, ആ ഈത്തപ്പഴം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അതെ, ദാഹം പോയി, നാടി നരമ്പുകൾ നനഞ്ഞു, പ്രതിഫലം ഉറച്ചു, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതാണ് നോമ്പുകാരന് രണ്ടാമത്തെ സന്തോഷം. ആർക്ക് വേണ്ടി ആരുടെ പ്രീതി ആഗ്രഹിച്ചാണോ നോമ്പ് നോറ്റത്, ആ പടച്ചോനെ കാണുന്ന, അവനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം. ഈ 2 സന്തോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാരന് പ്രത്യേകമായ കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു, റയ്യാൻ എന്ന കവാടം. നോമ്പുകാർക്ക് മാത്രം, അവർക്ക് പ്രത്യേകമായുള്ള ഒരു കവാടമാണ് റയ്യാൻ എന്ന കവാടം. അങ്ങനെ ധാരാളം ഫളിലുകൾ ഈ പരിശുദ്ധമായ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ നോമ്പിന്റെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. നോമ്പ് നോൽക്കുക, പട്ടിണി പട്ടിണി പട്ടിണി, ഇതാണ് നോമ്പെന്നാണ് ചിലരുടെ വിചാരം. അല്ല, നോമ്പിൽ പട്ടിണിയുണ്ട്, നോമ്പിൽ ദാഹമുണ്ട്. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ബുഖാരിയിലെ 1903 ഹദീസിൽ കാണാം, അനാവശ്യ സംസാരങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും ആർ ഒഴിവാക്കുന്നില്ലയോ, അവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് ഒരാവശ്യമില്ല. പോയി വെള്ളം കുടിച്ചാള്, പോയി ഭക്ഷണം കഴിച്ചാള്, നിന്റെ നോമ്പിന്റെ ഒരാവശ്യവും റബ്ബിനില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി, ആരെങ്കിലും ചീത്ത സംസാരങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, പടച്ചോന് ആവശ്യമില്ല, ഫീ അൻ യദഅ തആമഹു വശറ, ഓൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട് പടച്ചോന് യാതൊരാവശ്യവുമില്ല. നോക്കൂ, നോമ്പിന്റെ ശാരീരിക വശം നമ്മുടെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നിടത്ത് നിർബന്ധമാണ്. എന്നാൽ ശാരീരിക വശം പൂർണ്ണമായി പാലിക്കുകയും മനസ്സുകൊണ്ട് പാലിക്കേണ്ടത് മനസ്സിന് നോമ്പില്ല, ശരീരത്തിന് മാത്രം നോമ്പ് ആവശ്യമില്ല എന്നാ പറഞ്ഞത്, ആവശ്യമില്ല. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് തെറ്റായ പ്രവർത്തനങ്ങളാണ്, തെറ്റായ വാക്കുകളാണ്. ഇത് രണ്ടും നിയന്ത്രിക്കണം. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവന്റെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നോമ്പിന്റെ ആത്മാവാണ് ഈ പറയുന്നത്. ആ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ റമളാനിലേക്ക് നിയ്യത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി പ്രവേശിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകി നമ്മെ ഓരോരുത്തരെയും അവന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തെ ഒരുക്കങ്ങൾ ഒരു ഖുതുബയിലോ ഏതാനും ഖുതുബകളിലോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല. കാരണം അത്രമാത്രം അധ്യായങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സുപ്രധാനമായ ഒരു കാര്യം, നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ
മൻ ലം യത് യുബയ്യിത്തി സിയാമി ഖബ്ലൽ ഫജ്ർ ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പ് ആരെങ്കിലും നിയ്യത്ത് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് നോമ്പില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വാചകം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതെന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ ഓരോ പ്രവർത്തനവും നിയ്യത്തനുസരിച്ചാണ്. അതൊരു ഒരു ഒരു വാചകം മാത്രമാണ്. അത് വലിയൊരു ഹദീസാണ്. ആ ഹദീസിന്റെ സാഹചര്യം, മദീനയിലേക്ക് ഹിജ്റ പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തയ്യാറെടുത്ത സ്വഹാബത്ത്. ഹിജ്റ പോകുക എന്ന് പറഞ്ഞാൽ എല്ലാം മക്കത്ത് ഉപേക്ഷിക്കണം. അവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ച് അള്ളാന്റെ റസൂലിന്റെ ഒപ്പം പോവാണ്. അങ്ങനെ പോകുന്ന സ്വഹാബത്തിനോട് വഅദ് പറയാണ് റസൂലുള്ളാഹ്, നിങ്ങള് മദീനത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലും ദുനിയാവ് ഉണ്ടാക്കല്ലേ, നല്ല പെണ്ണിട്ടാന്നൊക്കെയുള്ള വിചാരം അത് നിങ്ങൾക്ക് കിട്ടും. അതല്ല, നിങ്ങൾക്ക് പടച്ചോന്റെ പ്രീതിയാണ് ഉദ്ദേശമെങ്കിൽ അത് കിട്ടും. എന്നിട്ടാ പറയുന്നത് ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്. ഓരോരുത്തരുടെ അമലും നിയ്യത്തനുസരിച്ചാണ്. സ്വഹാബത്തിനോട് ഇങ്ങനെ ക്ലാസ് എടുത്തെങ്കിൽ നമ്മളോടൊക്കെ എത്ര ശക്തിയിൽ ആ ക്ലാസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ കാര്യവും ചെയ്യുമ്പോൾ എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താ? അതാ വിഷയം. നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്താ? റബ്ബിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നുമില്ല പടച്ചോനെ എന്ന് ഉറപ്പിക്കാൻ സാധിച്ചാൽ അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. റബ്ബിനെ ഒറ്റപ്പെടുത്തുക പ്രീതിയുടെ കാര്യത്തിൽ, വേറെ ആരെയും കണ്ടിട്ടല്ല, പടച്ചോനെ നിന്നെ കണ്ടിട്ടാണ്, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അപ്പൊ അത് നോമ്പിന്റെ കാര്യവും അങ്ങനെ തന്നെ. അതുകൊണ്ട് നിയ്യത്ത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ നിയ്യത്ത് ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം, ഇത് ചെല്ലുന്ന ആൾക്കാരോട് ചോദിക്കുക, ഇങ്ങനെ വല്ല തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. വിവരമുള്ള ആൾക്കാർ തെളിവൊന്നുമില്ല, റസൂൽ അങ്ങനെ ചെല്ലിയെന്നോ സ്വഹാബത്ത് ഏറ്റ് ഒന്നുമില്ല. പിന്നെ ആൾക്കാർ നിയ്യത്തൊക്കെ മറന്നു പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് ചൊല്ലിക്കൊടുക്കുക എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ചൊല്ലിപ്പറയുന്ന പരിപാടിയേ നോമ്പിനില്ല. എന്നാലോ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു കാര്യത്തിൽ ഉറപ്പിച്ച്, മനസ്സിൽ ഉറപ്പിച്ച്, ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പ് ഞാൻ നോൽക്കും എന്ന ആ ഉറച്ച തീരുമാനം, അതില്ലാതെ പിറ്റേന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല. അതുകൊണ്ട് ചൊല്ലിപ്പറയരുത് എന്ന് പറയുമ്പോൾ നിയ്യത്ത് തന്നെ ഇല്ലാതായി പോകരുത്. ചൊല്ലിപ്പറയലില്ല എന്ന് വിവരമുള്ള എല്ലാ ആലിമീങ്ങളും പറയും. അങ്ങനെ ഒരു സമ്പ്രദായമല്ല. അത് പിൽക്കാലത്താരോ കൊണ്ടുവന്ന ബൈത്തു സൗമൈദീൻ, അങ്ങനെ ഒരു ഹദീസിലും ഒരു സഹാബത്തിന്റെ വാചകത്തിലോ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ വാചകം പോലുമില്ല. അത് വിവരമുള്ളവരൊക്കെ സമ്മതിക്കും. പക്ഷേ അത് പറയാതിരിക്കുമ്പോഴും നിയ്യത്തില്ലാതെ നോമ്പില്ല. ഫജ്റിന് മുമ്പ് നിയ്യത്ത് വെക്കണം. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, അത്താഴം കഴിക്കണം. അത്താഴം സാധാരണ ഭക്ഷണമല്ല. നമ്മൾ ഇന്നും നാളെയും രാത്രിയും പകലുമൊക്കെ കഴിക്കുന്ന ഭക്ഷണമല്ല അത്താഴത്തിന്റെ ഭക്ഷണം. ആര് പറഞ്ഞു? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ബുഖാരിയിലെ 1923 ഹദീസിൽ നമുക്ക് കാണാം. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ. ഫഇന്ന ഫിസ്സുഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അപ്പോൾ അത്താഴത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ സന്ദർഭത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ്, അത് നേരത്തെയുള്ള ഫ്രൂട്ട്സ് തന്നെയാണ്. പക്ഷേ അതിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന്. അത്താഴം എപ്പോഴാണ് കഴിക്കേണ്ടത്? വളരെ പ്രധാനമാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും സുബഹി ബാങ്കും തമ്മിൽ 50 ആയത്തോതുന്ന സമയം. ചില ധാരണപ്പശകൾ, അത് അത്താഴം കഴിച്ച് ദഹിക്കണം എന്നിട്ട് വേണം സുബഹി ആകാൻ. അതിന്റെ അർത്ഥം അത്താഴം 1 മണിയിലേക്കും 2 മണിയിലേക്കും പോകും. ശരിയല്ല. റസൂലുള്ളയേക്കാൾ വലിയ തഖ്വയുള്ള ആളായിട്ട് ഇവിടെ ആരും വരണ്ട. തഖ്വയുടെ ഏറ്റവും ഉന്നതമായ അമ്പിയാക്കന്മാരിൽ ഉന്നതനാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖബർ പൊട്ടിപ്പിളർന്ന് ആദ്യം പുറത്തു വരുന്നത് ആദം നബി അലൈഹി ഇസ്ലാം അല്ല, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ള ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിവാദത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും സുബഹി ബാങ്കും തമ്മിൽ 50 ആയത്തിന്റെ വ്യത്യാസം. ഇനി ഒരാൾ എഴുന്നേൽക്കാൻ വൈകിപ്പോയി, സുബഹി വരെ ആ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ഭക്ഷണം കഴിക്കാം, അത്താഴം എടുക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിർത്തി 50 ആയത്തിന്റെ ആ അതിർത്തിയാണ് എന്നതാണ്. അതുകൊണ്ട് ആ അത്താഴം കഴിക്കണം എന്നത് പുതിയ ചില പ്രവണതകൾ. രാവിലെ എഴുന്നേൽക്കാൻ നിൽക്കണ്ട, രാത്രി കുറച്ച് വൈകിട്ട്
ഒരു 2 മണിക്ക് 2:30 മണിക്ക് ഫുഡ് അടിച്ചങ്ങ് കിടന്നാൽ പിന്നെ സുബൈക്ക് എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന അത് ജൂതന്മാരുടെ നോമ്പാണ്. അവിടെ അതിന് ഉത്തരമുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴമില്ലാത്ത നോമ്പ് ജൂതന്മാരുടെ നോമ്പാണ്. നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് അത്താഴത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരണം. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് നോമ്പ് തുറയാണ്. നോമ്പ് തുറയെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ അജ്ജിലുൽ ഫിത്റ ഫഇന്നൽ യഹൂദ യുഅഖിറൂന. ഇബ്നു മാജയിലെ 1698 ഹദീസിൽ കാണാം, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുവോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ 6:36 അസ്തമയത്തിന്റെ സമയമെങ്കിൽ 6:36 കഴിക്കാനാ ധൃതി, അല്ലെങ്കിൽ 6:35 കഴിക്കലല്ല ധൃതി എന്ന് പറഞ്ഞാൽ. സമയമായാൽ ആ സമയത്ത് തുറക്കുക. പിന്നെ ആ ബാങ്ക് തുടങ്ങി, ഇവിടെ ബാങ്ക് തുടങ്ങി, മറ്റടുത്ത് തുടങ്ങി, ഏതായാലും ബാങ്ക് കൊടുക്കുന്നവരെ കാത്തുന്നൂടെ. അപ്പൊ ഏതായാലും ബാങ്ക് അങ്ങോട്ട് തീർന്നോട്ടെ. ഏതോ ഒരു മുഅദ്ദിൻ ഭയങ്കരമായ വസ്വാസിന്റെ ആളാ, മൂപ്പർക്ക് 6:36 ഇങ്ങോട്ട് വസ്വാസ് 37 ആ വസ്വാസിന്റെ ഒപ്പം സമുദായം പോകാൻ പറ്റില്ല. എപ്പോഴാ മഗ്‌രിബ് ചില ആൾക്കാർ പറയും, ആ പള്ളിയിൽ ആ സമയത്ത് ബാങ്ക്, ഈ പള്ളിയിൽ ഈ സമയത്ത് ബാങ്ക്, നമ്മളെന്താ ചെയ്യാന്ന്. ഇവിടെ ആർക്കും തർക്കമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് സമയം. അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചാ. കണക്ക് പടച്ചോണ്ടതാണ്, തെറ്റൂല. കണക്ക് കൂട്ടുന്നവന് തെറ്റും, കുറക്കുന്നവന് കണക്ക് തെറ്റൂല. കണക്ക് തെറ്റില്ല, കണക്ക് അള്ളാഹുവിൻ്റെതാണ്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. നമ്മൾ നോക്കൂ, നമ്മൾ ഇന്റർനെറ്റ് പരിശോധിച്ചാൽ ഏത് നോക്കിയാലും കൃത്യമായി അസ്തമയം എപ്പോഴാ കിട്ടും. തിരുവനന്തപുരത്തെ സമയമല്ല, കണ്ണൂരത്തെ സമയം, അത് കൃത്യമാണ്. അത് ഇവിടുത്തെ ഏതെങ്കിലും മതസംഘടനകൾ ഉണ്ടാക്കിയതല്ല. അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നെറ്റിൽ പോയാൽ, നെറ്റ് നമ്മുടേതല്ല. ആ നെറ്റിലെടുക്കുന്ന സമയം ഈ പ്രകൃതിയിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന, അവിടുന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ആ സമയം നോമ്പ് തുറക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരർത്ഥത്തിൽ ബാങ്ക് പോലും അല്ല അടയാളം, സമയമായി എന്നതാണ്. ബാങ്ക് കൊടുക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപാകത സംഭവിച്ചാൽ നോമ്പുകാരൻ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതിപ്പെടുവോളം കാലം എന്റെ സമുദായം നന്മയിലായിരിക്കും. അജ്ജലുൽ ഫിത്ർ ഫഇന്നൽ യഹൂദ യുഅഖിറൂന. നിങ്ങൾ നോമ്പ് തുറ സമയത്ത് നിർവഹിക്കുക, നിശ്ചയം ജൂതന്മാർ അത് പിന്തിപ്പിക്കാറുണ്ട്. ജൂതന്മാരെ ഒരു ശ്രദ്ധ, അവരിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോമ്പ് തുറക്കുക, അങ്ങനെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയമായാൽ ഉടൻ നമ്മൾ നോമ്പ് തുറക്കുക എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, ഒരു ഒരുക്കം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണം. നോക്കൂ, മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുന്നവരായിരിക്കും മിക്കവാറും. ഉള്ളതിൽ പുതിയ ഡ്രസ്സ് ധരിച്ചാലും മതി. അങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ 2 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, ഇപ്പോൾ കാശ് ഇല്ല, പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ ആലോചിക്കണം, പണിയൊക്കെ എന്താവുമെന്ന് അറിയില്ല എന്ന് പറയുന്ന പാവങ്ങളുണ്ട്. മിസ്കീനുകളായ ഫക്കീറുകളായ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പറ്റൂല. എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ, അവർക്ക് ഇപ്പം നിലവിൽ ബാങ്ക് അക്കൗണ്ട് പൈസ ഉണ്ട്, നിലവിൽ അവരുടെ കാശുണ്ട്, എങ്കിൽ എന്തിന് കാത്തു നിൽക്കുന്നു റമദാനിലേക്ക്? ഇപ്പോഴാണ് ഷോപ്പിങ്ങിന്റെ സമയം. എന്തിനാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയി? ചിലപ്പോൾ ഇശാ ജമാഅത്ത് പോയി, തറാവീഹ് പകുതി പോയി. വേറെ ചില ആൾക്കാർ അശ്രദ്ധ കൊണ്ട് അവസാനത്തെ 10-ലെത്തിപ്പോയി. 25-ാം രാവിലെ മലക്കിറങ്ങുമ്പോൾ മൂപ്പരുള്ളത് പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ശരിയാണോ സഹോദരങ്ങളെ? അതുകൊണ്ട് എല്ലാവരും കുടുംബത്തിൽ ചർച്ച ചെയ്ത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കളയുക. അപ്പോൾ ആ സമയം നമുക്ക് ഒരിക്കലും റമദാനിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു പ്ലാനിങ് ഇല്ലാതെ ഒന്നും വിജയിക്കില്ല. എല്ലാറ്റിനും പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ആകട്ടെ റമദാൻ കൊണ്ട് അവസാനിക്കുന്ന പ്ലാനിങ് ആകരുത്, റമദാനോടുകൂടി തുടരുന്ന പ്ലാനിങ് ആകണം. അഥവാ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മളിപ്പോൾ നിർവഹിക്കാറുണ്ട്, ചിലർ നിർവഹിക്കാറില്ല. എന്നാൽ റമദാനോടുകൂടി പൊട്ടിപ്പുറപ്പെടേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആന്റെ പാരായണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ ധാരാളം ഖുർആൻ ഓതിയിരുന്നു. ഈ മാസത്തിൽ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങുക ഖുർആൻ ഓതാൻ. ഓതിക്കൊണ്ടിരിക്കെ മാസപ്പിറവി കണ്ടു, കൂടുതൽ ആവേശത്തിൽ, കൂടുതൽ അളവിൽ നമുക്ക്
ഖുർആൻ ഓതാം. ശവ്വാൽ മാസത്തിൽ നമുക്ക് ഖുർആൻ ഓതണം. ഖുർആൻ സംബന്ധിച്ച് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് വരേണ്ടത് എവിടെയാണ്? സ്ഥിരം ജീവിതത്തിൽ ഖുർആൻ ഓതുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാകണം ഞാനും എൻ്റെ കുടുംബവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ.